Jigardanda Double X. Dear Karthik Subaraj sir, big fan of your works. ഓരോ സിനിമ കഴിയുമ്പോൾ ഇതിനും അപ്പുറം ഒന്നും ഇല്ല എന്ന് പുള്ളി തോന്നിപ്പിക്കും. ബട്ട് ദെൻ ഹി കംസ് അപ്പ് വിത്ത് സംതിങ് വേ ബെറ്റർ ആൻഡ് ഐ ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദിസ് ഈസ് ഹിസ് കരിയർ ബെസ്റ്റ്. ഒരു ഡൗട്ടില്ല. ജിഗർദണ്ഡ എന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെടുത്തിയെങ്കിൽ അതിന് എത്ര അപ്പുറമാണ് ജിഗർദണ്ഡ ഡബിൾ എക്സ്. അൺഡൗട്ടഡ്ലി എനിക്ക് പറയാൻ പറ്റി ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് വാച്ച്. ബീൻ OTT ഓർ ഇൻ തിയേറ്റേഴ്സ്. ഐ റിയലി റിഗ്രറ്റ് നോട്ട് വാച്ചിങ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. പക്ഷേ സിറ്റുവേഷൻസ് അങ്ങനെ അല്ലായിരുന്നു എനിക്ക്. ബട്ട് ഇത് തിയേറ്ററിൽ കാണേണ്ടിരുന്ന പടമാണ്. ബട്ട് ഇത് OTT വന്നിട്ട് കണ്ടിട്ട് പോലും ഞാൻ പറയാണ്, ദിസ് ഈസ് ദ ബെസ്റ്റ് വാച്ച് ഫോർ മീ ദിസ് ഇയർ. ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ പോണത് തുടങ്ങി ഇങ്ങനെ റേഞ്ച് കൂടി കൂടണമല്ലാതെ ഒരിക്കലും അത് ഡൗൺ ആവുന്നില്ല. ഓരോയിടത്ത് ലാഗ് വരുന്ന, നമ്മൾ ഡിസ്കണക്റ്റഡ് ആവണ ഒരു മൊമെൻ്റ് ഇല്ല. സിനിമയുടെ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായി കാണും, വെസ്റ്റേൺ സ്റ്റൈലിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഈസ് എ പക്ക ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഫാൻ ബോയ്. അത് ഇതിൽ കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഭയങ്കര അധികം ലേയർഡ് ആയിട്ടുള്ള സിനിമയാണ്. എന്ത് നല്ല സ്ക്രിപ്റ്റാണ്. ജിഗർദണ്ഡയുടെ സെയിം മെയിൻ പ്ലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു പീരിയഡ് എപ്പിക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഭയങ്കര ലേയേർഡ് ക്യാരക്ടേഴ്സ്, ഭയങ്കര ലേയേർഡ് സ്ക്രിപ്റ്റ്. പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെയുള്ള പെർഫോമൻസുകൾ ആരും മോശമാക്കിയിട്ടില്ല. എല്ലാവരും തകർത്ത് അഭിനയിച്ചു. ബട്ട് ലീഡുകളൊന്നും ഒരു രക്ഷയില്ല. നിമിഷ സജയൻ ആവട്ടെ, SJ സൂര്യ ആവട്ടെ, രാഘവ ലോറൻസ് ആവട്ടെ, എല്ലാവരും അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. എനിക്ക് രാഘവ ലോറൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളിയുടെ മൂവി സെലക്ഷനിലാണ് ഇടയ്ക്കിടയ്ക്ക് പോണേ. കാഞ്ചന ഒരു റേഞ്ച് സെറ്റ് ചെയ്ത്, പക്ഷെ അതിന് അപ്പുറം പുള്ളി ഇസ് നോട്ട് വെൽ നോൺ. ബട്ട് ഇതിന് ഈ സിനിമ നിങ്ങൾ കണ്ട മനസ്സിലാവും എത്രത്തോളം അടിപൊളി നടികരാണ് ഇങ്ങനെ. പക്ഷെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ SJ സൂര്യ അതേപോലത്തെ ഇതാണ്. പുള്ളിയുടെ ഇപ്പം മിനിമം ഗ്യാരണ്ടി നടനായിട്ട് വരികയാണ് കേട്ടോ. പുള്ളി ഏത് സിനിമ എടുത്താലും അത് പൊന്നും കട്ടിയായിരിക്കും. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട SJ സൂര്യയാണ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് SJ സൂര്യ, നിങ്ങൾക്കറിയാം. ബട്ട് ദെൻ എന്ത് സബ്റ്റിലായിട്ടിടുന്ന ഈ ഭയങ്കര ലൗഡ് മാർക്ക് ആൻ്റണിയോ മാനാടിലുള്ള പോലത്തെ ക്യാരക്ടറല്ല. പക്ഷേ എന്ത് സബ്റ്റിലായിട്ട് എന്നാൽ കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൺവേ ചെയ്ത് സെക്കൻഡ് ഹാഫിലൊക്കെ ഇവർ തമ്മിലുള്ള ഡൈനാമിക്സ് എൻ്റെ പൊന്നെ ഇമോഷണൽ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാട് പരിപാടിയാണ്. പക്ഷെ അത് ഇവരെന്നെ അവസാനം ഇമോഷണലാക്കി. ഇത് ഇവിടെയോ തുടങ്ങി വേറെ എവിടെയോ കൊണ്ടാണ് സിനിമ തീർക്കണം. ഒരു രക്ഷയില്ല. ടെക്നിക്കലി ടോപ്പ് നോച്ച്. പിന്നെ ഷൈൻ ടോം ചാക്കോണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ സൈഡുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് 30 minutes ഒക്കെ പുള്ളിയിൽ ഒരേ പൊളിയാണ്. പിന്നെ പടം പൊളിറ്റിക്കലാണ്. പക്ഷെ പൊളിറ്റിക്സിൽ എന്ത് ബ്യൂട്ടിഫുള്ളി എന്നാണ് ഒരിടത്ത് ഒരു സ്യൂഡോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും പവർഫുള്ളായിട്ട് ഒരു മെസ്സേജ് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി എത്ര കിടിലമായിട്ടാണ് കൺവേ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലയിടങ്ങളിൽ ഇത്ര ലേയേർഡ് സ്ക്രിപ്റ്റും ക്യാരക്ടേഴ്സും ഉള്ളതുകൊണ്ട് ചിലപ്പം ചിലയിടങ്ങളിൽ ഡയറക്ടർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ തോന്നിപ്പിക്കും. ഓൾ ഇൻ ഓൾ പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നുമില്ല ഡിസ്ക്രൈബ് ചെയ്ത് ഈ വർഷത്തെ അമോങ് ഓൾ ലാംഗ്വേജസ് ബെസ്റ്റ് വാച്ച്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ യു ആർ മിസ്സിങ് ഔട്ട് ഓൺ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെന്നിരുന്ന് കാണണ്ടേ ഇത് പടം. ആൻഡ് ആസ് ഐ സേ, യു ഡോണ്ട് ചൂസ് ആർട്ട് ചൂസസ് യു. കാർത്തിക് സുബ്ബരാജ് സാർ, ആർട്ട് ചോസ് യു.